ഈ നിൽക്കുന്ന എന്റെ അച്ഛനും അമ്മയും അവരുടെ ഒരു 20 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അച്ഛനൊരു 25, അമ്മയ്ക്കൊരു 20 ഒക്കെ. അപ്പം ആ പ്രായം മുതല് ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഞാനും എന്റെ ഒരു അനിയനുണ്ട്. അവൻ പോലീസാണ്, ഞാൻ ഡോക്ടറാണ്. അപ്പം ഞങ്ങളെ ഈ ഒരു നിലയിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് ഇങ്ങനെ ജോലിയൊക്കെ വാങ്ങി ഞങ്ങളെ ഈ ഒരു നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു 30 വർഷം ഞങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തവരാണ് അവര്. എന്ന് വെച്ചാൽ അവരുടെ വിരഹത്തിന്റെ എന്ന് വെച്ചാൽ അച്ഛൻ ഗൾഫിലായിരുന്നു, അമ്മ നാട്ടിലും. അപ്പൊ അവരുടെ വിരഹത്തിന്റെ 30 വർഷത്തെ വിരഹമാണ് എന്റെയും എന്റെ അനിയന്റെയും ജീവിതം. അപ്പൊ ആ 30 വർഷം പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ അത് എത്ര വലുതാണെന്ന് പിരിഞ്ഞിരുന്നവർക്ക് മനസ്സിലാവും. എനിക്ക് കല്യാണാലോചനകൾ വന്നപ്പം അമ്മ പറഞ്ഞു ഗൾഫുകാരൊന്നും വേണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ നല്ല ജോലിയല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു ഇപ്പം ഞാനത് പറയണമെന്ന് എനിക്ക് മനസ്സിലാവില്ല, ഭാവിയിൽ മനസ്സിലാവും. ഇപ്പൊ എനിക്ക് മനസ്സിലാവും, എന്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലാവും അമ്മ അന്ന് പറഞ്ഞത് എന്താണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലാവും. പിന്നെ അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ ഇത്ര വർഷമായി, എനിക്ക് ഇത്ര വയസ്സായി, എന്റെ അനിയൻ ഇത്ര വയസ്സായി, ഞാനും എന്റെ അച്ഛനുമായിട്ട് ഒരുമിച്ചിരുന്നുണ്ടോ ഓണം എത്രയാന്ന് എനിക്ക് ഓർമ്മയില്ല. അതുപോലെ അപ്പോ എന്റെ അമ്മയെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കാണാതിരിക്കുന്നതിന് ദൂരത്ത് നിന്ന് സ്നേഹിക്കുന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ദമ്പതിമാരുടെ ഇടയിൽ. അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നാട്ടിൽ വന്ന് ഞങ്ങൾ പിന്നെ വിട്ടില്ല അച്ഛന്. 1.5 വർഷമായിട്ടുണ്ട്. എന്ത് സ്നേഹത്തിലാണ് അവർ കഴിയുന്നതെന്ന് ഇപ്പൊ കാണുമ്പോ ഞങ്ങളായിട്ട് നഷ്ടപ്പെടുത്തിയ 30 വർഷം ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടമാണ്. ആ സ്നേഹിച്ച് കഴിയേണ്ട 30 വർഷം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒറ്റയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക്, രണ്ടുപേരും തുല്യരായിട്ട് ഒറ്റയ്ക്ക് കഴിഞ്ഞു. പിന്നെ എന്റെ അച്ഛനെ ഞാൻ ഇന്നേത് വരെ കെട്ടിപ്പിടിച്ചിട്ടില്ല എന്റെ അച്ഛനെ. പിന്നെ എന്റെ അച്ഛന് ഞാൻ ഉമ്മ കൊടുത്തത് കല്യാണത്തിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോക്കാര് പറഞ്ഞു അച്ഛന് ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ എടുക്കാൻ ഉമ്മ കൊടുക്കുന്നു. അപ്പോഴാണ് ഞാൻ എന്റെ അച്ഛന് അറിഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഉമ്മ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിനോട് പറയും ജാനകി എന്റെ മോക്ക് ഏട്ടാ എല്ലാ ദിവസവും ഉമ്മ കൊടുക്കണേ, അവളൊന്ന് സ്പർശിക്കണേ, ഇല്ലെങ്കിൽ അച്ഛനെന്നുള്ള ടച്ച് നിങ്ങൾക്ക് വിട്ടുപോകും. അത് വേണം നമുക്ക്. ഇപ്പൊ എനിക്ക് എന്റെ അച്ഛനെ ചെന്ന് പെട്ടെന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ പക്ഷെ ഭയങ്കര കൂട്ടാ, എന്തും പറയാം. പക്ഷെ ടച്ച് എന്ന് പറയുന്ന ഒരു സെൻസ് ഞങ്ങൾ തമ്മിൽ ഇല്ല. പക്ഷെ ഇല്ല, അത് നമുക്ക് ഈ വേദി അങ്ങനെ പല നടക്കാത്ത കാര്യങ്ങൾ നടത്തുന്ന ഒരു വേദിയാണ്. അപ്പോ ഒരു എന്താ പറയാ, ഒരുപാട് ആഗ്രഹിച്ച നമുക്ക് അത് ഇന്ന് ഇവിടെ ബ്രേക്ക് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ആഗ്രഹിച്ചൊരു മുഹൂർത്തമാണ്. അച്ഛാ കാത്തിരുന്നു ഞാൻ, കാത്തിരുന്നു കണി കണ്ട നാൾ മുതൽ കൺമണിയേ നിന്നോട് മിണ്ടാൻ പഴയ പാട്ടിൻ പവിഴമല്ലി മകളെ. അച്ഛന്റെ വശം, അച്ഛന്റെ ആ ഒരു വേർഷൻ നമുക്ക് കേട്ടാ കൊള്ളാന്നുണ്ടല്ലേ? മോളിങ്ങനെ പറഞ്ഞു എനിക്കും അനിയനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങള് കാരണം അവരുടെ 30 വർഷം പോയി എന്നുള്ളത്. തീർച്ചയായിട്ടും 30 വർഷം കൂടുതൽ തന്നു. ആ 30 വർഷത്തിൽ എത്ര പ്രാവശ്യം ലീവിന് നാട്ടിൽ വന്നിട്ട് വന്നു പോവും. വല്ലപ്പോഴും 10 പ്രാവശ്യം വന്ന് കാണും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആൾക്കാരാ, അതിൽ നിന്നാണ് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇപ്പോഴും പണിക്ക് പോകുന്നു, ഒരു സ്റ്റാൾ വാൾട്ട് ഏജൻസിയുടെ കീഴില് യെസ് ബാങ്കില്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ ടച്ച് എന്ന് പറയുന്ന സെൻസ് കുറഞ്ഞു. അച്ഛൻ എവിടെയാ തോളത്ത് കൈ എടുത്തിട്ടില്ല, അവിടെ വെച്ചിരിക്കാ മോളില്. സ്നേഹമുണ്ട്, എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം നമ്മൾ വെളിയിൽ കിടക്കും. അതെ അതെ അതെ. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇതേപോലെ അനുഭവിച്ചതിന്റെ ഒക്കെ ഒരു വിഷമം എന്നിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ പാട്ട് പഠിക്കാൻ വിടാത്തതില് എനിക്ക് വിഷമമാണ്. നമ്മളെ ഒരു ഉൾഗ്രാമത്തിലാണ് വീട്. അപ്പോൾ കൊണ്ടുപോവാനും വരാനും ഒക്കെ ആരും ഇല്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു. പിന്നെ ക്ലാസ് കട്ട് ചെയ്ത് പോകുമ്പം ടീച്ചേഴ്സൊക്കെ അവളെ ശാസിക്കും. അങ്ങനെ പിന്നെ 3-4 മാസം പോയി അത് നിർത്തേണ്ടി വന്നു. അതില് എനിക്കും വിഷമമുണ്ട് പറ്റാത്തതിൽ. പക്ഷെ അതൊന്നല്ലേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യും. അപ്പൊ ആ ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഗുണം
അതിന്റെ ഫലം അനുഭവിക്കുന്നവർക്ക് നമ്മൾ ത്യാഗം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ടാവും. അവരൊരുപാട് അതിനെക്കുറിച്ചിട്ട് സെന്റിമെന്റലാവും, അതെല്ലാം ശരിയാണ്. പക്ഷേ ഈ പാരൻസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് 100% ആണ്. കാരണം അവർക്ക് ഇപ്പം മകളെ നല്ല നിലയിൽ എത്തിച്ച് പഠിപ്പിച്ച് കല്യാണം കഴിച്ച് ഇപ്പോൾ ഫ്ലവേഴ്സ് വരെ എത്തി നിൽക്കുന്നു.